പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. മണിപ്പൂർ കലാപം KPCC വിചാർ വിഭാഗ് ഫോർട്ട് കൊച്ചി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. മണിപ്പൂർ കലാപം ഒരാണ്ട് പൂർത്തിയായിട്ടും കലാപബാധിത സംസ്ഥാനത്ത് സന്ദർശനം നടത്തുന്നതിനോ കലാപത്തെക്കുറിച്ച് പ്രതികരിക്കുന്നതിനോ തയ്യാറാകാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടിനെതിരെ KPCC വിചാർ വിഭാഗ് ഫോർട്ട് കൊച്ചി നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ യോഗവും മണിപ്പൂർ കലാപം ഭാരതം വിവിസ്ത്രമായ ഒരാണ്ട് എന്ന ഡോക്യുമെന്ററി പ്രദർശനവും സംഘടിപ്പിച്ചു. തൻ്റെ എല്ലാ കഴിവുകളും പ്രയോഗിച്ചുകൊണ്ട് ആ മണിപ്പൂരിൽ അരാജകത്വം വിളയാൻ വേണ്ടി എല്ലാ ഒത്താശയും അദ്ദേഹം ചെയ്തു കൊടുത്തത്. എനിക്ക് തോന്നുന്നു 1 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രായശ്ചിത്തം എന്നോണം ആണ് അനു സെബാസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ പോലെ മഹാഭാരതത്തിലെ കഥ പറഞ്ഞു. ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ തപസ്സിരിക്കുകയാണ്. KPCC വിചാർ വിഭാഗ് കൊച്ചി നിയോജക മണ്ഡലം പ്രസിഡന്റ് അനു സെബാസ്റ്റ്യൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. വിചാർ വിഭാഗ് ഫോർട്ട് കൊച്ചി നോർത്ത് മണ്ഡലം പ്രസിഡന്റ് KJ യേശുദാസ് അധ്യക്ഷത വഹിച്ചു. ഫോർട്ട് കൊച്ചി നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PF ജോർജ് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് PB ഷംസു, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജെയ്സൺ മാത്യു, റോസ്മേരി കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു. അതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററി പ്രദർശനമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഡോക്യുമെന്ററിയിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞേക്കുന്നു. മണിപ്പൂർ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽപ്പെട്ട ഒന്നാണ്. 8 സംസ്ഥാനങ്ങളാണ് അതിൽപ്പെട്ട ഒന്നാണ് മണിപ്പൂർ. വളരെ കഴിഞ്ഞ UPA കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ ഭരിച്ചിരുന്ന കാലയളവിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവാതെ വളരെ സമാധാനപരമായി എല്ലാ ഗോത്രങ്ങളും എല്ലാ മനുഷ്യരും ജീവിച്ചിരുന്ന ഒരു സ്വർഗസമാനമായ ഒരു പ്രദേശമായിരുന്നു മണിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.